ജീവിതത്തിന്റെ വിജയവും പരാജയവും നിർണയിക്കുന്നത് ഒരാൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നതല്ല, മറിച്ച് അവൻക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചെയ്യേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. ഒരു ഗുരു തൻ്റെ ശിഷ്യന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അതിലൊരു തുള്ളി വിഷമൊഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോ ശിഷ്യൻ പറഞ്ഞു, ഈ വെള്ളം മുഴുവൻ വിഷം കലർന്നിരിക്കുന്നു. ഗുരു മറുപടി പറഞ്ഞു, അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടാത്ത ഒരു കാര്യം ചെയ്താൽ നമ്മൾ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഫലമില്ലാതെയായി പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ലോകത്ത് എന്ത് മാറ്റമാണോ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം നിങ്ങളാവുക. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക. മഹാത്മാഗാന്ധി അദ്ദേഹം വലിയ നേതാവായത് അദ്ദേഹം അഹിംസയും മറ്റു കാര്യങ്ങളും മുന്നോട്ട് ചെയ്തതുകൊണ്ടായിരുന്നു. ചെയ്യേണ്ടാത്ത കാര്യം ഹിംസയും അക്രമവും അദ്ദേഹം മാറ്റിവെച്ചു, ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്ന ഒരു സമാധാനത്തിന്റെ നേതാവായിട്ട് മാറി. അതുപോലെ നമ്മളും ലോകം എങ്ങനെയാവണമാണ് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ലോകം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആയി മാറുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന്, സത്യം പറയുക. സത്യം പറയുമ്പോഴേ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വിശ്വാസം ദൃഢമാക്കാൻ സാധിക്കുകയുള്ളൂ. 2, സമയത്തെ വിലമതിക്കുക. നമ്മൾ സമയം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന സമയം അത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. 3, അറിവ് നേടുക. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ വിജ്ഞാനങ്ങൾ നേടുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. 4, മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവും. ഒപ്പം മറ്റുള്ളവരുടെ സഹനവും മറ്റുള്ളവരോടുള്ള കടപ്പാടുകളും ഒക്കെ സമൂഹത്തിൽ നമുക്ക് സമൂഹം നമുക്ക് അനുകൂലമായ രീതിയിൽ ഉണ്ടാവാനും പ്രധാന ഒരു ഘടകമാവും. 5, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. ഓരോ ദിവസവും ഓരോ സമയത്തും നമ്മൾ ചെയ്യേണ്ട ഓരോ പൊസിഷനിലും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റവും മനോഹരമായി ചെയ്യുക എന്നീ 5 കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. 1, മടി പിടിച്ചിരിക്കുക. നമ്മൾ മടി പിടിച്ചിരുന്നാൽ നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതവും വളരെ പ്രയാസകരമായിരിക്കും. 2, കള്ളം പറയുക. കള്ളം പറയാതിരിക്കുക. നമ്മൾ കള്ളം പറയുക എന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. കള്ളം പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ ആത്മവിശ്വാസം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. 3, മറ്റുള്ളവരോട് അസൂയ വെക്കുക. ഇതും നമ്മൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരോട് അസൂയ വെക്കുമ്പോൾ അവരെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെയാണ് അത് ബാധിക്കുക. അസൂയയെക്കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ നമ്മളുടെ നന്മകളെ അത് കരിച്ചു കളയുമെന്നാണ്. 4, മോശം കൂട്ടുകെട്ട്. മോശം കൂട്ടുകെട്ടിൽ നമ്മൾ പോവാതിരിക്കുക. മോശം കൂട്ടുകെട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവവും മോശമായിരിക്കും. 5, സമയം പാഴാക്കാതിരിക്കുക. അനാവശ്യമായിട്ട് വെറുതെ സോഷ്യൽ മീഡിയയിലും വെറുതെ ഇരുന്നും അനാവശ്യമായിട്ട് സമയം കളയുകയും ചെയ്താൽ നമ്മുടെ ജീവിതം പരാജയത്തിലായിരിക്കും. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാകും. 1, മടി പിടിച്ചിരിക്കുക. 2, കള്ളം പറയുക. 3, അസൂയ. 4, മോശം കൂട്ടുകെട്ട്. 4, സമയം പാഴാക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർബന്ധമായും മാറ്റി നിർത്തൽ അനിവാര്യമാണ്. അവസാനമായി, നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്ന തിരിച്ചറിവ് നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും രാവിലെ
അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് അടുത്ത ദിവസം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക. അല്ലെങ്കിൽ മോർണിംഗിൽ ആ ദിവസം എന്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, എന്ത് ചെയ്യേണ്ടതില്ല എന്നതിനെക്കുറിച്ചും പ്ലാനിങ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനവും ഒരുപാട് സമയവും നമുക്ക് ലഭിക്കും. അതിലൂടെ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് ഈ ഭൂമി ലോകത്ത് ജീവിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.